ഒരു കപ്പ് കേക്കും പിന്നെ ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ ഈ ബർത്ത്ഡേ ഒതുക്കിയെന്നാണ് അമ്മ വിചാരിച്ചത്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും നമ്മുടെ സർപ്രൈസ് തീരുന്നില്ല. അമ്മേനെ ഞാൻ പറ്റിച്ച് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഹോസ്റ്റലിലാണ്. എന്നിട്ട് നേരെ 4 മണിയൊക്കെ ആകുമ്പം ഗോകുലം മോളിൽ ഞാൻ കേക്ക് സെറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അമ്മേനെ അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി ഗോകുലം മോളിലോട്ട് വിളിക്കും. ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാനിട്ട് ഞാൻ നേരെ സിൽക്ക് മന്ത്രി പോയിട്ട് ഒരു ഡ്രസ്സും എടുത്ത് പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഗോകുലം മോളിലോട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നടന്നു പോയത്. അവിടെ എന്നെ അകത്ത് ഫൈസ് ഉണ്ടായിരുന്നു. ഫൈസ് കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അവന് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തേയും പോലെ ബർഗർ ഓർഡർ ചെയ്ത് അത് ഹീറ്റാൻ വേണ്ടിയിട്ട് ഓവനിലും വെച്ച് കുറേ നേരം നമ്മൾ ഫൈസിനെ നോക്കി ഇങ്ങനെ നിന്നു. സാധനം നമ്മുടെ കയ്യിലും കിട്ടി, ബില്ലും ചെയ്ത് നമുക്ക് സീറ്റും കിട്ടി. ബർഗർ എടുത്ത് ഒരേ കടിയായിരുന്നു, പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അതിനുശേഷം കേക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് വന്നു. ഫായ്സിൻ്റെ കൂടെ പൊതുവെ ബോറടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സമയം നല്ലപോലെ പോയി. അപ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കി ഒരേ ഇരിപ്പിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സും വന്നു. പിന്നെ ശേഷം കുറേ നേരം കഴിഞ്ഞ് കേക്കും വന്നു. ഫലൂഡ ഓർഡർ ചെയ്യാനായിട്ട് ഫലൂഡ നേഷൻ ഇന്നപ്പോൾ ഇതാണ് കാർത്തികയ്ക്ക് കിട്ടിയ പണി. അങ്ങനെ ഫലൂഡ നേഷനിൽ ഫലൂഡ ഓർഡർ ചെയ്തിരുന്നപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങെത്തി പാവം. പക്ഷേ ഗോകുലം മോളിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ CR7 കഫേയിലോട്ടാണ് പോയത്. നമ്മുടെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ് കേക്കും സെലിബ്രേഷനും ഒന്നും ഉണ്ടാവുമെന്ന്. അമ്മ നല്ലപോലെ എക്സൈറ്റഡ് ആയി. പക്ഷെ കേക്ക് എടുത്ത് വെക്കാൻ കുറച്ച് ഡിലേ ആയി എന്നുള്ള മാത്രമേ ഉള്ളൂ. നല്ല കേക്കായിരുന്നു നമുക്ക് കിട്ടിയത്. ചോക്കോ ട്രഫിലായിരുന്നു. ഞാനിവിടെ കേക്ക് ബേക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റുള്ള ഒരു ഷോപ്പിൽ നിന്നിട്ടാണ് വാങ്ങിച്ചത്. അതിനിടയിൽ അമ്മയുടെ ഫണ്ണ് കണ്ടില്ലേ, ഫൺ നമ്മുടെ കേക്ക് എടുത്ത് വെക്കാത്തതിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ഗൈസ് നമ്മുടെ സമ്മാനദാനം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് ഗൈസ് ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കേട്ട് വമ്പൻ തള്ളുകളൊക്കെ കേട്ട് ഷോക്കായി. കാർത്തിക അതിനൊപ്പം ചിരിച്ചും കൊടുത്തു കുറേ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് എത്തി. ലോഡഡ് ഫ്രൈസും പിന്നെ 6 പീസ് ഫ്രൈഡ് ചിക്കനും ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അരയടുത്ത് പോലെയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള CR7 കഫേയിലാണ് അമ്മമാർ ഇതെല്ലാം സെറ്റ് ചെയ്തത്. അടിപൊളിയായിരുന്നു. അതിനുശേഷം നേരെ അമ്മേനെ കൊണ്ട് ബീച്ചിൽ പോയി. അപ്പം ഞാൻ ഓട്ടോയിൽ ഇത് കണ്ട് നല്ല രസമുണ്ടായി. ഇവിടെ വന്നപ്പോൾ തൊട്ട് അമ്മ പറയുന്നത് ബീച്ചിൽ പോകണം. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ബീച്ചിൽ പോകാൻ വേണ്ടി പറയുന്നത്. ഈ ഒരു ടൈം ബീച്ച് കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പറയാതിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഒരു സെൽഫി എടുത്ത് നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും സാധിച്ചു കൊടുക്കണ്ടില്ലേ. ബീച്ചിൽ ഉപ്പിലിട്ട് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ പൈനാപ്പിൾ മസാല, പിന്നെ അമ്മ പൈനാപ്പിളും മുളകും വെച്ചാണ് കഴിച്ചത്. അങ്ങനെ ഐസ്ക്രീം കുടിക്കേണ്ടി വന്നു. എൻ്റെ കുട്ടി നല്ല ഹാപ്പിയാണ്. ബീച്ചിലെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കുറച്ച് നടന്നു പോയപ്പോഴാണ് അമ്മ കുറച്ച് പിള്ളേർ പന്ത് കളിക്കണം, എനിക്ക് കൂടെ കളിക്കണം എന്നും പറഞ്ഞിട്ട് പോയി അവരെ കൂടെ നിന്ന് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണ് പോയത് വേറെ സ്ഥലത്താണ്. യെസ് ഗൈസ്, ഹോഴ്സ് റൈഡ്. അങ്ങനെ ഞാൻ വലിഞ്ഞ് കയറി അതിൻ്റെ മണ്ടയ്ക്ക്. അമ്മയും കൂടെ കയറി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എപ്പോഴത്തേയും പോലെ ദിവസം തീരുന്നതിന് മുമ്പ് മഴ നനഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അമ്മയുടെ പുറത്ത് പൊളിച്ചിട്ടുണ്ട്. ബൈ.